ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമുക്ക് ഇപ്പി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു പാന് വെച്ചിട്ട് നല്ലോണം ചൂടാവാൻ വെക്കുക. ചൂടായി എന്ന് ഉറപ്പായാൽ അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടാവട്ടെ കേട്ടോ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ മാഗി ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട് ഓയിൽ. ഇതിലേക്ക് 2 ഉള്ളി അരിഞ്ഞത്, അതായത് 2 സവോള അരിഞ്ഞത്, 5 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തത്. നമ്മൾ ചതയ്ക്കേണ്ട, ചതച്ചാൽ ഫ്ലേവർ മാറിപ്പോവും. അപ്പോൾ ഇത് രണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളറാവണ വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അതിലേക്ക് 2 സ്പൂണ് സോസ്, നമ്മളെ ടൊമാറ്റോ കെച്ചപ്പ് 2 സ്പൂണ്, 1 സ്പൂണ് മുളക് പൊടി, ഒരു ലേശം ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊണ്ടുവയ്ക്കുക. ജസ്റ്റ് 1 മിനിറ്റ് ഇളക്കി കൊണ്ടുവയ്ക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എന്താക്കാം, വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 4 മാഗിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് ആ 4 മാഗി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് കുത്തി കൊടുക്കാം. കുത്തി അതെന്താക്കുക, പൊടിച്ചെടുക്കുക. നല്ലവണ്ണം അത് ഓരോന്ന് വിട്ട് എടുപ്പിക്കാം. അതുവരെ ഇളക്കിക്കൊണ്ട് ഞാൻ കൈ കൊണ്ട് വിടാണ്ട് ഇളക്കിയിട്ട് ഓരോന്നാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം ജസ്റ്റ് അതൊന്ന് അടച്ച് വെച്ച് ഞാൻ ആവി വരുത്തിച്ച്, അപ്പോൾ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. ഇളക്കിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല, നമ്മുടെ പിന്നെ മസാല ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ 4 പാക്കറ്റ് മസാല ഉണ്ടിനോ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തു. ക്യാമറയിലൊക്കെ ആവി കയറിയിട്ടാണ് മഞ്ഞ് കഴിക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയപ്പോൾ സൂപ്പർ. എനിക്ക് നല്ല ലൈക്ക് അയക്കണേ. നോർമലി എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.